കണ്ണാടിയിട്ടല്ലേ കാണുന്നുള്ളൂ. സെയിലറിന് കണ്ണടിച്ചു എന്ന് പറയാൻ കുറച്ച് മടിയുണ്ട്. സോ 3 years ബാക്ക് ഞാൻ ബിസിനസ്സിൽ പോലും ഇല്ലാത്ത ഒരാളായിരുന്നു. ഐ വുഡ് കോൾ മൈസെൽഫ് എ ഫെയിൽഡ് ആർക്കിടെക്റ്റ്. എൻ്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു ആർക്കിടെക്റ്റാണ്. ഐ സ്റ്റിൽ ലവ് ഡിസൈനിങ്, എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോഴും എൻ്റെ ലാസ്റ്റ് പ്രോജക്റ്റ് കംപ്ലീഷൻ അടുത്തിരിക്കുക. ബട്ട് അത് നിർത്തിയിട്ട് ഇപ്പോൾ കുറച്ച് കാലമായി. എൻ്റെ ജൂനിയർ ആർക്കിടെക്ട്സ് ഒക്കെയാണ് അത് കണ്ടിന്യൂ ചെയ്യണത്. അപ്പോൾ 3 years ബാക്ക് ഞാൻ സെയിലിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രൊഫഷനിലേക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഈ ഒരു ഹോൾ സ്റ്റോറി ഇത് എങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഓൾ ഹാപ്പൻഡ് ഓൺ പ്യുവർ പാഷൻ. ഒരു പാഷൻ്റെ മേലെ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്തതാണ് എൻ്റെ സ്റ്റോറി. ആർക്കിടെക്ചർ ബിക്കോസ് എല്ലാവരും ഇവിടെ ചെയ്ത ആൾക്കാരും പല ബിസിനസ് ചെയ്തു, ഫെയിലായി. ഫ്രം ഓൾ ദ സ്റ്റോറീസ് ഐ ഹവ് ഹേർഡ് പലതും ചെയ്തു. എല്ലാം നിങ്ങളുടെ പാത്താവണമെന്നില്ല. അതേപോലെ ആർക്കിടെക്ചർ ചെയ്തു. അപ്പോൾ അതെൻ്റെ ഒരു മേജർ ഏരിയ അല്ലാന്ന് എനിക്കൊന്ന് ഏർലി സ്റ്റേജിൽ തന്നെ മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ പാരലലി സെയിലിംഗ് എൻ്റെ ഇൻട്രസ്റ്റ് ഒരു ബിസിനസ്സാക്കി മാറ്റാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ ബൈ ദ വേ എൻ്റെ പേര് അമൃത ജയചന്ദ്രൻ. ഐ ഡോണ്ട് നോ എൻ്റെ ഫോളോവേഴ്സ് ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഓ ഓ ഓ ഗ്ലാഡ്. ഞാൻ കരുതി എന്നെ ആർക്കും അറിയില്ലായിരിക്കുമെന്ന്. ബിക്കോസ് ഞാൻ മലയാളത്തിലധികം കോണ്ടന്റ് ചെയ്യാറില്ല. ഒന്നാമത് എനിക്ക് മലയാളികളെ പേടിയാണ്. നമ്മളെ എങ്ങനെ മേലെ കൊണ്ടുപോകാനും എങ്ങനെ താഴെയിടാനും കഴിവുള്ള ഒരു കാറ്റഗറിയാണ് മലയാളികൾ. ദേ ആർ വെരി ഗുഡ് സപ്പോർട്ടേഴ്സ്. പക്ഷേ ഭയങ്കര മൈൻഡ്ഫുൾ ആൻഡ് തോട്ട്ഫുൾ ആയിട്ട് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടില്ല ഞാൻ എന്നെ തന്നെ ഒരു സേഫ് സ്പേസിൽ ഇടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഐ സ്റ്റാർട്ടഡ്. സോ ആദ്യം ഞാൻ തുടങ്ങിയപ്പോൾ 2020-ലാണ് ഞാൻ ഇൻസ്റ്റഗ്രാമും കാര്യങ്ങളൊക്കെ ഒരു മേജർലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് മലയാളികളെ പേടിയാണ്. അപ്പം ഞാൻ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അവർ ദേ ആർ വെരി ഗുഡ് ക്രിറ്റിക്സ്. അപ്പോൾ അവർ മുഖത്തൂക്കി പറയും, എന്താണ് ചെയ്യുന്നത്, ഇറങ്ങി പൊക്കൂടെ എന്ന് മുഖത്തൂക്കി പറയുന്ന മലയാളികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളെ തമിഴ് ചേട്ടന്മാരും അല്ലെങ്കിൽ വേറെ ആൾക്കാരൊക്കെ ദേ ആർ ബിഗ് സപ്പോർട്ടേഴ്സ്. അപ്പം ഇനീഷ്യലി ഐ സ്റ്റാർട്ടഡ് ഇറ്റ് ബിക്കോസ് ഐ വാസ് സ്കെയർഡ് ഓഫ് മലയാളീസ്. ആൻഡ് ദെൻ മൈ കോണ്ടന്റ് എല്ലാം ഇംഗ്ലീഷിലാണ് കൂടുതലുള്ളത്. ആൻഡ് ഓൾസോ എൻ്റെ സെയിലിംഗ് എന്ന് പറഞ്ഞ ഒരു കരിയർ ആയതുകൊണ്ട് ഐ വാസ് ഫോക്കസിങ് നാഷണൽ വൈഡ്. അപ്പം ഐ വിൽ ഓൾസോ ടെൽ യു വൺ ക്വിക്ക് സ്റ്റോറി. ഞാൻ സെയിലിംഗ് സ്റ്റാർട്ട് ചെയ്ത സ്റ്റോറി എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കിടെക്ചർ എൻ്റെ ഏരിയ അല്ല എന്ന് എനിക്ക് ഓഫീസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മനസ്സിലായി. കോളേജ് വാസ് നൈസ്, ഡിസൈനിങ് വാസ് നൈസ്. അപ്പം ഇരുന്ന് പണിയെടുക്കാൻ പറ്റുന്നില്ല. അതിൽ നിന്ന് നേരെ ആ ഓഫീസ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ വിശാഖപട്ടണത്തേക്ക് മൂവ് ചെയ്തു. ഐ സ്റ്റാർട്ടഡ് സർഫിങ്. അപ്പോൾ കടലായിട്ട് ഭയങ്കര ക്ലോസ് ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഐ വാണ്ടഡ് സംതിങ് ഡിഫറെൻറ്റ്. ഐ എം നോട്ട് കമ്മിങ് ഫ്രം എനി നേവൽ ബാക്ക്ഗ്രൗണ്ട്. അച്ഛനും ആരും നേവി അല്ല. എനിക്കങ്ങനെ നേവൽ അല്ലെങ്കിൽ സെയിലിംഗ് സപ്പോർട്ട് ഒന്നുമില്ല. ദെൻ ഐ സ്റ്റാർട്ടഡ് ദിസ്. ആൻഡ് ദെൻ വെൻ ഐ വെഞ്ചർഡ് ഇറ്റ് ഔട്ട് എനിക്ക് മനസ്സിലായത് ഇന്ത്യയിൽ ആർക്കും സെയിലിങ്ങിനെ പറ്റി അറിയില്ല. ഡസ് എനിവൺ നോ സെയിലിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണെന്ന് എത്ര പേർക്ക് അറിയാം? നോബഡി നോസ്. നമുക്ക് അങ്ങനെ ഒരു സ്പോർട്ട് എന്ന് പറഞ്ഞ സാധനം ഇന്ത്യയിൽ ഇല്ല. ബട്ട് ഐ പിക്ഡ് അപ്പ് എ പാഷൻ ഔട്ട് ഓഫ് ഐ വുഡ് സേ മൈ ഹസ്ബൻഡ്സ് ഇൻട്രസ്റ്റ്. അവൻ മെർച്ചൻ്റ് നേവിയിൽ വർക്ക് ചെയ്യുന്നത്. അവൻ എവിടുന്നോ പണ്ട് പറഞ്ഞ അവന് ഷിപ്പിലല്ല എനിക്ക് പായക്കപ്പൽ ചെയ്യണം എന്ന് പറഞ്ഞ അവൻ്റെ സ്റ്റോറി കേട്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് ഒരു ചെറിയ പ്രായത്തിലുള്ള ഒരു ഗേൾ ഫ്രണ്ട് ഇറങ്ങി പുറപ്പെട്ട സ്റ്റോറിയാണ് എൻ്റെ. മോർ ദാൻ ഹിം ഐ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ഇൻട്രസ്റ്റ് ഇൻ സെയിലിംഗ്. ഓ ഹൈ. അപ്പം ആ ഒരു ജേർണിന്ന് ഹൗ ഐ ബിൽഡ് എ ബ്രാൻഡ് ഈസ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ബിക്കോസ് എന്നെ ഇവിടെ വിളിച്ചത് ഇന്നലെ വെൻ ബ്രാൻഡ് സ്വാമി ഐ കോൺടാക്റ്റഡ് ഹിം. ഇറ്റ് ഓൾ ഹാപ്പൻഡ് ഓവർ നൈറ്റ് അല്ലേ. ഞാൻ ഇതെന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് വേണുചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ all of a sudden I'm standing here on this stage and it is all because of pure brand building. I put myself out there to tell people that I exist and sailing exist. And the brand story karanana I got invited on this stage. So and the first step to become a brand face, because Paolo was also telling about building personal brand in the one major thing is when I didn't know what to do. And my first Instagram name was Beach Bee because I always loved beaches. I always loved water. പിന്നെ എനിക്ക് മനസ്സിലായത് പാഷൻ എങ്ങനെ ബിസിനസ് ആക്കണമെന്നോ ബിസിനസ് എൻ്റെ വീക്കസ്റ്റ് പോയിന്റ് ആയിരിക്കും. ബിക്കോസ് വെൻ ഐ സ്റ്റാർട്ടഡ് ആർക്കിടെക്ചർ എനിക്ക് തീരെ ബിസിനസ് പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായത് ക്ലയൻറ്റിന് ഡിസൈൻ കൊടുത്തിട്ട് പൈസ വാങ്ങിക്കാൻ എനിക്കറിയില്ല. സോ ഐ ഫെയിൽഡ് ആസ് എ ബിസിനസ് പേഴ്സൺ ബിക്കോസ് ഐ ഡിഡ്ന്റ് നോ ഹൗ ടു ഹാൻഡിൽ ഫൈനാൻസ്. അപ്പം ഈ പാഷൻ ബിസിനസ് ആക്കണമെങ്കിൽ ഐ ന്യൂ ഹൗ ടു turn brand into a business through Instagram a little bit. ചെറിയൊരു ഐഡിയ ഉണ്ടായിരുന്നു. The first step was I changed my Instagram name, my brand name from Beach Bee to Sailing Amrita.
So when you hear that name on my page, നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് ഈ കുട്ടി എന്തോ സെയിലിംഗ് റിലേറ്റഡ് ആണ് ചെയ്യുന്നത്. സോ ദാറ്റ് വാസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഐ ഡിഡ് ആസ് എ ബ്രാൻഡ് ബൈ ബിൽഡിംഗ് എ ബ്രാൻഡ് ഫേസ്. ഫസ്റ്റ് ചെയ്തത് ക്രിയേറ്റിംഗ് എ ബ്രാൻഡ് അറൗണ്ട് എ നിഷ്. ഐ വാസ് വെരി ഷുവർ ആ സമയത്ത്, ബൈ ദ വേ, ഐ ഡിഡ്ന്റ് ഈവൻ ഹാവ് എ സെയിലിംഗ് ലൈസൻസ്. ഇറ്റ് വാസ് എ ഡ്രീം ദാറ്റ് ഞാൻ ഭാവിയിൽ സെയിലിംഗ് റിലേറ്റഡ് എന്തെങ്കിലും ചെയ്യും എന്ന് അറിഞ്ഞിട്ട് മാത്രം മാറ്റിയൊരു പേരാണ്. സോ വൈ ഐ എം ടെല്ലിംഗ് ദിസ് ഇസ് to all the brand owners, because you are all founders. If you are working on Instagram or something, building a brand around a niche, the first thing is adilukku tell people directly what you are doing rather than creativity. What I believe is give straight ahead, like, you know, this is what she is doing. Enki aa peril thanne aalkarku kanda manasilavanam ennu erditana njan adu cheythu. That was the first step as a brand which I did. And then I started sailing after changing the name. Because ഞാൻ ചെറിയ ചെറിയ രീതിയിൽ സർഫിങ്ങും വാട്ടർ ആക്ടിവിറ്റീസും ചെയ്ത് ഞാൻ ഔട്ട് ഓഫ് പാഷൻ ഐ സ്റ്റാർട്ടഡ് സെയിലിംഗ്. ഐ എക്സ്പ്ലോർഡ് മോർ. ആൻഡ് എൻ്റെ ലോങ്സ്റ്റ് സെയിലിംഗ് വുഡ് ബി സെയിലിംഗ് ഫ്രം കൊച്ചി ബോൾഗാട്ടിയിൽ നിന്ന് ഞാൻ സെയിൽ ചെയ്തിട്ട് ഐ സെയിൽഡ് ഓൾ ദ വേ ടു ആഫ്രിക്ക ടു ജിബൂട്ടി. ഇറ്റ് ടുക്ക് ഓൾമോസ്റ്റ് 19 days ഓഫ് സെയിലിംഗ്. അപ്പോൾ താങ്ക് യു. ഐ ഹോപ്പ് യു ഡിഡ് അണ്ടർസ്റ്റാൻഡ്. ഓ യാ, അതെ. സോ ആ 19 days സെയിലിംഗിൽ ഐ ലേൺഡ് എ ലോട്ട്. ദെൻ ഐ റിയലൈസ്ഡ് നമ്മൾ ഇമിഗ്രേഷനും കസ്റ്റംസും എല്ലാം ഇന്ത്യയിൽ ഓൾ ടുഗെദർ സെയിലിംഗ് എന്ന് പറഞ്ഞ സാധനത്തിന് ഒരു സപ്പോർട്ടും ഇല്ല. ഐ ഹവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദർ ഇസ് എ ബിഗ് ഫൈറ്റ് ദാറ്റ് ഐ ഹവ് ടു ഡു. ദർ ഇസ് എ ബിഗ് നല്ല വലിയൊരു കടമ്പയുണ്ട്. അത് കടന്നാലേ മേ ബി ഇന്ത്യൻസിന് ഇന്ത്യയിൽ സെയിൽ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി വരുള്ളൂ. ആൻഡ് ഐ സീ മൈസെൽഫ് ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ഫോർ ഡൂയിങ് ഇറ്റ്. No, I hope, ഞാൻ അപ്പം എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ, if you go through my Instagram Sailing Amruta, you'll see a lot of me just talking about sailing life, sailboat life, anyone can sail. ഇപ്പം ഞാൻ കാരവാനിലൊക്കെ ആൾക്കാർ യാത്ര ചെയ്യുന്നുണ്ട്, സൈക്കിളിൽ കുറേ പേര് യാത്ര ചെയ്യുന്നുണ്ട്, കുറേ പേര് ഹൈക്ക് ചെയ്യുന്നുണ്ട്. സെയിം വേ ഐ ആം ഡൂയിങ് ഇറ്റ് ഓൺ എ സെയിൽ ബോട്ട്. അപ്പം ഈ ഒരു സ്റ്റോറി ഞാൻ ചെയ്തിട്ട് now I have come to since last 2 years, me and my sister-in-law started a business out of it. That the name of the brand is Mountain Meets Sea. My sister-in-law is a mountaineer and I am a sailor. So we both, ഞാനൊരു ആർക്കിടെക്റ്റാണ്, അവളൊരു സിവിൽ എഞ്ചിനീയർ ആണ്. നമുക്ക് രണ്ടായിരിക്കും കമ്പ്യൂട്ടർ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ രണ്ടുപേരും ക്വിറ്റ് ചെയ്ത് we decided to follow our passion and make that into a business. So ഇപ്പോൾ അവൾ എവറസ്റ്റ് ബേസ് ക്യാമ്പ് 2ാമത്തെ തവണ ഹൈക്ക് ചെയ്യാൻ പോയിരിക്കുകയാണ്. അവിടുന്ന് ഷീ ഈസ് ഹൈക്കിംഗ് അപ്പ് another 2,000 kilometers more. So it is all about, you know, നിങ്ങൾക്ക് പാഷൻ ബ്രാൻഡ് ആക്കണമെങ്കിൽ സോഷ്യൽ മീഡിയ ഈസ് എ ബിഗ് തിങ്. ബിക്കോസ് ABCD ബിസിനസ്സിനെ പറ്റി അറിയാതെ ജസ്റ്റ് സോഷ്യൽ മീഡിയ വെച്ച് മാത്രം സിൻസ് ലാസ്റ്റ് 2 years we started Mountain Meets Sea and it's doing really well. It's all adventure tourism, adventure related travel. We travel across the globe, experiential travel ആണ്. So that's what we are building, and it all started out of pure passion with just social media branding. എന്തായാലും ക്വിക്കായിട്ട് ചോദിക്കാറുണ്ട്. സോ എനിക്ക് തോന്നുന്നത് അവിടെ ചെയ്യുന്ന ബിസിനസ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അഡ്വഞ്ചർ ടൂറിസം ചെയ്യാൻ അങ്ങനത്തെ ഒരു പ്രൊഫൈലിലാക്കി എന്ത് എളുപ്പമായിരിക്കും. അതേസമയം നമ്മളൊരു അഡ്വഞ്ചർ ടൂറിസം കമ്പനി തുടങ്ങിയിട്ട് ഇങ്ങനെ ഒരു പേജ് ഇല്ലെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. സോ ദിസ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്രിയേറ്റർ മാർക്കറ്റിംഗ്. ക്രിയേറ്റർ മാർക്കറ്റിംഗ് എല്ലാവരും തുടങ്ങാൻ പറ്റുന്ന ഒരു സാധനമാണ്. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ടൈം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഈ അമൃത ഓവർനൈറ്റിൽ ഇങ്ങനെ ആയതായിരിക്കില്ല. എത്ര ഇയേഴ്സ് എടുത്തു ഈ ഒരു പൊസിഷനിലേക്ക് ഫ്രം ദ ഫസ്റ്റ് ഡേ ഓഫ് സെയിലിംഗ് ടു 4 years to build the account of 375K followers. So 4 years, but now it is easy. ഇത് നേരെ തിരിച്ചു പോയാൽ നമുക്ക് ഭയങ്കര ടഫായിരിക്കും. So that is something that I would thank you all for that.